ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു DIY പ്ലാന്റ് ഹാങ്ങറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ നോക്കാം. ഒരു റിങ്ങാണിത്. ഇതൊരു പെയിൻറ്റ് ബക്കറ്റിൻ്റെ റിങ്ങാണ്. എന്തെങ്കിലും വട്ടത്തിലുള്ള ഒരു സാധനം. പിന്നെ അതിനൊന്ന് ചുറ്റിയെടുക്കാൻ വേണ്ടി നീളത്തിൽ മുറിച്ച കുറച്ച് പഴയ തുണികൾ. ഗ്രീൻ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തുണി ഗ്രീൻ ആയതുകൊണ്ട് തന്നെ അതിനൊരു ട്രേയും എടുത്തിട്ടുണ്ട്. ആ ട്രേയിലും ഞാൻ പച്ച അക്രലിക് പെയിൻ്റാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ട്രേ റിങ്ങിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നൂൽക്കമ്പി, പിന്നെ ഒരു ചെറിയ ചെടി, ഏതെങ്കിലും ചെറിയ പോട്ടിൽ വെച്ചിട്ടുള്ള ചെടി, ഇത്രയുമാണ് ആവശ്യം. നമുക്കിതിൽ ഈ തുണികൾ ചുറ്റി കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് വലിച്ച് ചുറ്റുക. ഇത് ഉറപ്പിച്ച് വെച്ചിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ വലിച്ച് ചുറ്റുന്നു, അതിൻ്റെ മേലെ കൂടെ അടുത്ത തുണി വെച്ച് ചുറ്റുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ 2-3 തുണി ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ എൻഡ് പോർഷൻ ആയിട്ടുണ്ട്. അതും അതുപോലെ വലിച്ചു വെച്ച് അടുത്തൊരു പീസ് അതിൻ്റെ മേലെ കൂടെ വെച്ചിട്ട് അങ്ങനെ ടൈറ്റായിട്ട് ചുറ്റിയെടുക്കാം. അവസാനം എത്തുമ്പോൾ മാത്രം നമ്മളതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസിയാണ്. നമ്മുടെ ഗാർഡനിൽ സാധാരണ നമ്മൾ ചെടികൾ വെക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആവാൻ വേണ്ടി ഇങ്ങനെ ചെറിയ ചെറിയ DIY ട്രിക്സ് യൂസ് ചെയ്യുകയാണ് നല്ലത്. ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ റിങ്ങിൻ്റെ രൂപം. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ആ ട്രേ ഫിക്സ് ചെയ്യണം, അതിൽ ചെടി വെക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ട്രേയിൽ ഞാൻ ഇവിടെ വെച്ച് നോക്കുകയാണ്. ഇതിൽ ഞാൻ ഹോൾസ് ഇട്ടിട്ടുണ്ട്, കുറേ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 കോർത്ത് കെട്ടിയാൽ മതിയാവും തോന്നുന്നുണ്ട് അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി കെട്ടി ഉറപ്പിക്കാനുള്ള കമ്പിയാണിത്. നമ്മൾ നൂല് വെച്ച് കെട്ടുകയാണെങ്കിൽ കുറച്ച് ലൂസായി പോകും അത്. അപ്പോൾ അതിങ്ങനത്തെ കമ്പി എന്തെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത് വളരെ തിന്നാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ 2 മടക്കായിട്ട് എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ കട്ടിയുള്ള കമ്പിയാണെങ്കിൽ 1 മടക്ക് മതിയാവും. ഇനി നമ്മളത് ഈ ട്രേയിലൂടെ കോർത്തെടുക്കണം. കോർത്ത് അപ്പുറത്തെ ഹോളിലൂടെ എടുത്തിട്ട് നമുക്കതവിടെ ചുറ്റി ഉറപ്പിക്കാനാണ് പ്ലാൻ. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തൂക്കിയിടാനും അല്ലെങ്കിൽ ഭിത്തിയിൽ ആണിയിൽ തൂക്കിയിടാനും 2 തരത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ ഹാങ്ങറാണ്. പിന്നെ ചെറിയ ചെടികൾ വെച്ച് കൊടുക്കുമ്പോൾ അത് കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും. ഹാങ് ചെയ്യുന്ന ചെടികളാണെങ്കിലും നമുക്കിതിൽ വെക്കാം, അതും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളത് ഇതിൽ വെച്ചിട്ട് ടൈറ്റായിട്ട് വലിച്ച് ബാക്കിൽ കമ്പി ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ ടൈറ്റായിട്ട് വലിച്ച് കെട്ടാൻ പോവാണ്. ഇനി പിരിച്ച് എടുക്കുക. സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രിക്കുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഗാർഡൻ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ചസ് ഒക്കെ വരുത്താവുന്നതാണ്. കൂടുതൽ ഭംഗിയാക്കാൻ പറ്റും. നമ്മൾ ഒരേപോലെ തന്നെ എപ്പോഴും ചെടികൾ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ ബോറടിക്കില്ലേ. അപ്പോൾ അതങ്ങനെ ടൈറ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എക്സസ് ഉള്ള പോർഷനൊക്കെ നമുക്ക് അതിൻ്റെ സൈഡിലേക്ക് തിരികെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ അതവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെടി അതിൻ്റെ മുകളിലൊന്ന് വെച്ച് നോക്കണം, ഇളകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ശേഷം നമ്മുടെ ചെടി അതിലൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഫിക്സ് ആയിട്ടുണ്ട്, കഴിഞ്ഞു. ഇതാണിപ്പോൾ നമ്മുടെ DIY ഹാങ്ങറിൻ്റെ രൂപം. ഇനി ഇതിൽ നമുക്കൊരു കയറ് കെട്ടിക്കൊടുക്കണം ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. അത് റൗണ്ടിൽ വെറുതെ കെട്ടി വെച്ച കയറ് ഇങ്ങനെ കോർത്തെടുക്കുന്നു എന്നേ ഉള്ളൂ. ടൈറ്റായിട്ട് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളത് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് എത്ര വേണമെന്നനുസരിച്ച് വള്ളി എടുത്തിട്ട് കെട്ടുക. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.